എല്ലാവർക്കും നമസ്കാരം. നമുക്കിന്ന് അക്കായുടെ 1710 എന്ന മോഡൽ നമ്പറുള്ള ഒരു റീൽ ടു റീൽ പ്ലെയർ കാസറ്റ് റെക്കോർഡർ നമുക്ക് പരിചയപ്പെടാം. മെയിനായിട്ട് ഇതിൻ്റെ ഇൻറ്റേർണൽ മെക്കാനിസം എന്തൊക്കെയാണ്, അതിൻ്റെ അത് ഉപയോഗിച്ചിരുന്ന കമ്പോണൻസ് എന്തൊക്കെയാണ്, എങ്ങനെയാണത് വർക്ക് ചെയ്യുന്നത്, അങ്ങനെയുള്ള കാര്യങ്ങളെക്കുറിച്ച് ഒരു ചെറുതായിട്ടുള്ളൊരു വിശദീകരണമാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഈ കാണുന്നതാണ് സെറ്റ്. നമുക്കത് മുകളിൽ നിന്ന് പരിചയപ്പെടുമ്പോൾ സ്പീഡ് കൺട്രോൾ ചെയ്യാനുള്ള ഹൈ സ്പീഡ് ലോ സ്പീഡ് അഡ്ജസ്റ്റ് ചെയ്യാനുള്ള ഒരു നോബ് ഏറ്റവും ടോപ്പായിട്ട് കാണാൻ പറ്റും. അതിൻ്റെ തൊട്ട് താഴെയായിട്ട് സ്പൂള് ഹോൾഡ് ചെയ്യുന്ന രണ്ട് ഇതുണ്ട്. അതിലാണ് നമ്മൾ സ്പൂൾ വയ്ക്കുന്നത്. ടേക്കപ്പും സപ്ലൈ വീലും രണ്ടെണ്ണം കാണാൻ പറ്റും. പിന്നെ അതിൻ്റെ താഴെയായിട്ട് ഒരു മെറ്റാലിക് സ്വിച്ചും ഉണ്ട്. അത് ഫ്രീക്വൻസി സൈക്കിൾ അനുസരിച്ച് 50 ഹെർട്സ് അല്ലെങ്കിൽ 60 ഹെർട്സിലേക്ക് അഡ്ജസ്റ്റ് ചെയ്യാനുള്ള ഒരു മെറ്റാലിക് നോബ് ഇവിടെ നമുക്ക് കാണാം. പിന്നെ താഴേക്ക് വരുമ്പോൾ ലെഫ്റ്റ് സൈഡിലായിട്ട് നമുക്ക് ടേപ്പ് ഐഡിലർ എന്ന് പറയുന്ന ഒരു വീല്, ടേപ്പ് ഐഡിലർ, അതായത് ഇതൊരു മെറ്റാലിക് കമ്പോണൻ്റാണ്. ഇതിൻ്റെ മിഡിലായിട്ടൊരു മെറ്റാലിക് ആയിട്ടുള്ള ഈസി ആയിട്ട് റൊട്ടേറ്റ് ചെയ്യുന്ന രീതിയിൽ വളരെ സ്മൂത്ത് ആയിട്ടുള്ള ഒരു വീല് ഇതിൻ്റെ ഇടയിലുണ്ട്. ഈ വീലിലൂടെ ആയിരിക്കും ടേപ്പ് താഴേക്ക് വന്ന് ഹെഡിലൂടെ അങ്ങനെ പോകുന്നത്. അപ്പോൾ ഇത് ഒരു യൂണിഫോം സ്പീഡിലായിരിക്കും എപ്പോഴും കറങ്ങുന്നത്, ടേപ്പ് മൂവ് ചെയ്യുന്നതനുസരിച്ച്. അപ്പോൾ പ്രധാനമായിട്ടും ടേപ്പിൻ്റെ ആ ഒരു മൂവ്മെൻറ്റ് ഒന്ന് കൺട്രോൾ ചെയ്യുന്നതിന് വേണ്ടിയിട്ടും കൂടെ കൂടിയിട്ടാണ് ഇതിവിടെ വെച്ചിരിക്കുന്നത്. കാരണം ഏതെങ്കിലും രീതിയിൽ സ്പീഡിൽ ചെറിയ വേരിയേഷൻ വന്നു കഴിഞ്ഞാലും ചെറിയ രീതിയിൽ അതൊക്കെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് വിടുന്നതിന് വേണ്ടിയിട്ടാണ് ആ ഒരു സ്പൂൾ ഐഡിലർ അവിടെ വെച്ചിരിക്കുന്നത്. സാധാരണ പഴയ സിസ്റ്റങ്ങളിലൊക്കെ പൊടിയും തുരുമ്പൊക്കെ കയറി ഇത് ഹാർഡാവാറുണ്ട്, റൊട്ടേറ്റ് ചെയ്യാൻ പറ്റാത്ത രീതിയിലാവാറുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള കേസിൽ നമ്മളിത് അഴിച്ച് ക്ലീൻ ചെയ്ത് സ്മൂത്താക്കി കൊടുക്കണം. ഇതിപ്പോൾ നല്ല സ്മൂത്തായിട്ടുണ്ട്, ഞാൻ ലൂബ്രിക്കേറ്റ് ചെയ്തിരുന്നു. അപ്പോൾ ഇതാണ് ഈ ഒരു സ്പൂൾ ഐഡിലറിൻ്റെ ധർമ്മം എന്ന് പറയുന്നത്. പിന്നെ ഇതിൻ്റെ താഴേക്ക് വരുമ്പോൾ ടൈപ്പ് കൗണ്ടറുണ്ട്. പിന്നെ ഒരു ലെഫ്റ്റ് ആൻഡ് റൈറ്റ് മൈക്ക് കണക്ട് ചെയ്യാനുള്ള ഒരു സോക്കറ്റ് ഉണ്ട്. ഇതാണ് ഇതിൻ്റെ കൂടെ വരുന്ന മൈക്ക്. അതിൽ അക്കായി എന്നൊക്കെ എഴുതിയിരിക്കുന്നത് കാണാൻ പറ്റും. മൈക്കിനൊരു സ്റ്റാൻഡുണ്ട്. അതുപോലെ തന്നെ ഇതാണ് ഇതിൻ്റെ നോബ് എന്ന് പറയുന്നത്. അത് പുഷ് ചെയ്ത് വെക്കുന്ന രീതിയിലാണ്. അപ്പോൾ നമുക്ക് സ്പീച്ചൊക്കെ റെക്കോർഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇതുപോലെ മൈക്ക് കണക്ട് ചെയ്തിട്ട് സ്പീച്ച് റെക്കോർഡ് ചെയ്യാൻ പറ്റും. അതാണ് ഇതിൻ്റെ ഒരു ഉപയോഗം. പിന്നെ മറ്റൊരു മൈക്ക് ഇവിടെ ഇരിപ്പുണ്ട്, സെയിം തന്നെ ഒരു സ്റ്റാൻഡും ഒക്കെ ആയിട്ടാണ് ഇത് വരുന്നത്. മൈക്ക് വെക്കാനുള്ളൊരു സ്റ്റാൻഡൊക്കെ ഉണ്ട്. അപ്പോൾ അങ്ങനെ രണ്ട് മൈക്ക് കണക്ട് ചെയ്യാനുള്ള പോർട്ട്. പിന്നെ അതിൻ്റെ താഴെയായിട്ട് ഇതാണ് ഇതിൻ്റെ മെയിൻ ഹെഡൊക്കെ ഇരിക്കുന്നത്, ഇതിൻ്റെ അകത്താണ്. നമുക്ക് ഈ ഫ്രണ്ട് കവർ റിമൂവ് ചെയ്ത് കഴിയുമ്പോൾ ഹെഡും കാര്യങ്ങളൊക്കെ കാണാൻ പറ്റും. 1710 മോഡൽ നമ്പർ അവിടെ കൊടുത്തിട്ടുണ്ട്. പിന്നെയുള്ള സ്റ്റീരിയോ മോണോ സ്വിച്ചാണ്. ഒരു 3 പൊസിഷനിൽ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു സ്വിച്ച്. മിഡിലിൽ സ്റ്റീരിയോ, റൈറ്റ് സൈഡിലേക്ക് നീങ്ങിക്കഴിഞ്ഞാൽ രണ്ടാമത്തെയും മൂന്നാമത്തെയും ട്രാക്കിലുള്ള ഡേറ്റ നമുക്ക് കിട്ടും. ഏറ്റവും ലെഫ്റ്റ് സൈഡിലേക്ക് ഇട്ട് കഴിഞ്ഞാൽ ഒന്നാമത്തെയും നാലാമത്തെയും ട്രാക്കിലെ ഡേറ്റ ആയിരിക്കും പ്ലേ ചെയ്ത് കിട്ടുന്നത്. പിന്നെ താഴെയായിട്ട് വോളിയം നോബുണ്ട്. ഏറ്റവും പുറത്തെ ഔട്ടർ റിങ് തിരിക്കുമ്പോഴാണ് വോളിയം അഡ്ജസ്റ്റ് ആവുന്നത്. മിഡിലുള്ളത് തിരിക്കുമ്പോൾ ടോൺ കൺട്രോളിന് വേണ്ടിയിട്ടാണ്. പിന്നെ മോണോഫോണിക്, 4 ട്രാക്ക്, സ്റ്റീരിയോഫോണിക് എന്ന് എഴുതിയിട്ടുണ്ട് താഴെയായിട്ട്. ഇവിടെ വരുമ്പോൾ മെയിനായിട്ട് ക്യാപ്സ്റ്റൺ ഷാഫ്റ്റ് കാണാൻ പറ്റും. ക്യാപ്സ്റ്റൺ ഷാഫ്റ്റ്, പിന്നെ പിഞ്ച് റോളർ. ഇവിടെയായിട്ട് ചെറിയൊരു ഇത് കാണുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ സ്ലീവ് സൂക്ഷിച്ചിരിക്കുന്നതാണ്. ഈ ഷാഫ്റ്റിൻ്റെ സ്ലീവ് ഇങ്ങനെ എടുത്തിട്ടിട്ട് ക്യാപ്സ്റ്റണിലേക്ക് ഇട്ടിട്ടാണ് നമ്മൾ 7.5 ഇഞ്ച് IPS റെക്കോർഡിംഗ് സ്പീഡുള്ള സ്പൂൾ പ്ലേ ചെയ്യുമ്പോൾ ഈ സ്ലീവ് എടുത്ത് നമ്മൾ ഇവിടെ ഇടും. 3.25 IPSൻ്റെ സ്പൂൾ പ്ലേ ചെയ്യുമ്പോൾ സ്ലീവ് റിമൂവ് ചെയ്തിട്ട് അതിവിടെ നമ്മൾ കീപ്പ് ചെയ്യും. അപ്പോൾ അത് കീപ്പ് ചെയ്യാനായിട്ടൊരു ആണി വെച്ചിട്ടുണ്ട്. അതിൻ്റെ കൂടെ തന്നെ അത് ഹോൾഡ് ചെയ്തിരിക്കാനായിട്ടുള്ളൊരു മെറ്റാലിക് പാർട്ടും കൂടി അവിടെയുണ്ട്. ഇൻ കേസ് അത് അബദ്ധത്തിലെങ്ങാനും ചാടി മിസ്സായി പോയി കഴിഞ്ഞാൽ പോയതാണ്, നമുക്ക് പാർട്ട് കിട്ടാൻ വലിയ പാടാണ്. അപ്പോൾ അതുകൊണ്ട് സേഫായിട്ട് സൂക്ഷിക്കാനായിട്ടൊരു സൗകര്യം അവർ ഒരുക്കിയിട്ടുണ്ട്. എന്തായാലും നല്ല കാര്യം. പിന്നെയുള്ളത് ഇത് ഓട്ടോ സ്റ്റോപ്പിൻ്റെ നോബാണ്. സ്പൂള് പിഞ്ച് റോളറിൻ്റെ മുകളിലൂടെ വന്ന് ഈ ഷാഫ്റ്റിൻ്റെ അടിയിലൂടെയാണ് ഇങ്ങനെ ടേക്കപ്പ് വീലിലേക്ക് പോകുന്നത്. അപ്പോൾ ഇതിങ്ങനെ മുകളിലേക്ക് ടേപ്പ് ഉള്ള സമയത്ത് ഇത് മുകളിലേക്കായിട്ട് നിൽക്കും. അപ്പോൾ സിസ്റ്റം ഓൺ ആകും. സ്പൂൾ തീർന്നു കഴിയുമ്പോൾ സ്വാഭാവികമായിട്ടും താഴേക്ക് വരും. ആ രീതിയിലാണ് ഇതിൻ്റെ മെക്കാനിസം സെറ്റ് ചെയ്തിരിക്കുന്നത്. പിന്നെ പ്ലേ ആൻഡ് റെക്കോർഡ് നോബുണ്ട്, റിവൈൻഡ്, ഫോർവേഡ് നോബ്. പിന്നെ ഓട്ടോമാറ്റിക് കൺട്രോൾ ചെയ്യാനായിട്ട്, ഓട്ടോമാറ്റിക് ഷട്ട് ഓഫ് കൺട്രോൾ ചെയ്യാനായിട്ടൊരു സ്വിച്ച് ഉണ്ട്.
ഓട്ടോമാറ്റിക് ഓൺ ആയി കഴിഞ്ഞെങ്കിൽ മാത്രമേ ഈ ഒരു ഫങ്ഷണാലിറ്റി ഇവിടെ വർക്ക് ചെയ്യുള്ളൂ, അല്ലെങ്കിൽ വർക്ക് ചെയ്യത്തില്ല. മെയിൻ പവർ സ്വിച്ച് വെച്ചിട്ട് വേണം പിന്നെ നമുക്ക് ഓഫ് ചെയ്യാനും ഓൺ ചെയ്യാൻ. പിന്നെ ഹെഡ്ഫോൺ കണക്ട് ചെയ്യാനുള്ള ഒരു സോക്കറ്റ് ഇവിടെ കാണാൻ പറ്റും, വ്യൂ മീറ്റർ. ഇത്രയാണ് ഇതിൻ്റെ മുന്നിൽ നിന്നുള്ളൊരു വ്യൂ. സൈഡിലേക്ക് വരികയാണെങ്കിൽ ഇവിടെ സ്പീക്കർ ഗ്രില്ല് കാണാൻ പറ്റും. ഇതൊരു അലുമിനിയം ഗ്രില്ലാണ്, അത്യാവശ്യം വൃത്തിയുണ്ട്. മുകളിലൊരു ഹാൻഡിൽ കൊടുത്തിട്ടുണ്ട്. ഈ സൈഡിലും അതുപോലെ തന്നെ സ്പീക്കർ ഗ്രില്ലാണ് കാണാൻ പറ്റുന്നത്. ഇനി ഇതിൻ്റെ പുറകിലേക്ക് വരികയാണെങ്കിൽ ബാക്ക് സൈഡിൽ 4 ഫീറ്റ് ഉണ്ട്. അതായത് ബെഡ് ടൈപ്പ് ആയിട്ട് വെച്ചിട്ട് മലത്തി വെച്ചിട്ട് നമുക്ക് പ്ലേ ചെയ്യണമെങ്കിൽ സൗകര്യമാണ്. 4 ഫീറ്റ് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇൻഡക്ഷൻ മോട്ടറിൻ്റെ ഫാൻ കാണാൻ പറ്റും. ആ മോട്ടറിൻ്റെ ബാക്ക് സൈഡിൽ തന്നെയാണ് ഫാനും പിടിപ്പിച്ചിരിക്കുന്നത്. മോട്ടോർ കൂളാക്കി നിർത്താനായിട്ടായിരിക്കും ആ ഫാൻ ഉപയോഗിക്കുന്നത്. പിന്നെ ഇതിൻ്റെ ഉള്ളിലേക്ക് ഇവിടെ ഒരു ഗ്യാപ്പാണ് ശരിക്കും. അത് നമ്മുടെ വോൾട്ടേജ് കൺട്രോൾ ചെയ്യാനുള്ള, പല വോൾട്ടേജ് സെലക്ട് ചെയ്യാനുള്ള ഒരു ഭാഗം ഇവിടെ പുറത്തേക്ക് നമുക്ക് കാണാൻ പറ്റും. ഇപ്പം ഞാനത് അഴിച്ചു വെച്ചിരിക്കുന്നുണ്ട്, അത് ഉള്ളിലാണ് ഇരിക്കുന്നത്. ചെറുതായിട്ട് കാണാൻ പറ്റുമെന്ന് വിചാരിക്കുന്നു. ഫ്യൂസ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇവിടെ വരും പ്രോപ്പറായിട്ട് സെറ്റ് ചെയ്ത് കഴിയുമ്പോൾ. പിന്നെ താഴെയായിട്ട് അക്കായി എന്ന് എഴുതിയിട്ടുണ്ട്. ഹമ്മിങ് അഡ്ജസ്റ്റ് ചെയ്യാനുള്ള 2 ഓപ്ഷൻ, 2 ഹോൾ ഇവിടെ കാണാൻ പറ്റും. സ്ക്രൂ ഡ്രൈവർ വെച്ചിട്ട് നമുക്ക് ഹമ്മിങ് അഡ്ജസ്റ്റ് ചെയ്യാം. പിന്നെയുള്ളത് എക്സ്റ്റേണൽ സ്പീക്കർ കണക്ട് ചെയ്യാനുള്ള 2 സോക്കറ്റ് ഉണ്ട്. അപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ 2 സ്പീക്കറുണ്ട്. അതുകൂടാതെ എക്സ്റ്റേണൽ സ്പീക്കറിന് കണക്ട് ചെയ്യണമെങ്കിൽ അങ്ങനെ ചെയ്യാം. അപ്പോൾ ഈ നോബ് ഇങ്ങോട്ട് ഇട്ട് കഴിഞ്ഞാൽ എക്സ്റ്റേണൽ സ്പീക്കർ വർക്കാവും. ഇങ്ങോട്ട് ഇട്ട് കഴിഞ്ഞാൽ നോർമൽ ഇതിൻ്റെ ഉള്ളിലുള്ള ബിൽറ്റ് ഇൻ സ്പീക്കർ ആയിരിക്കും വർക്കാവുന്നത്. പിന്നെ പ്രീആംപ് ഔട്ട്പുട്ടുണ്ട്, അതുപോലെ തന്നെ ഇൻപുട്ടും എടുക്കാം. ഇതിൻ്റെ അകത്ത് ശരിക്കും ഈ ഒരു സെറ്റിൽ വാൽവിൻ്റെ പ്രീ ആംപ്ലിഫയറും സോളിഡ് സ്റ്റേറ്റ് പവർ ആംപ്ലിഫയറുമാണ് ഉള്ളത്. സാധാരണ ട്രാൻസിസ്റ്റർ വെച്ചിട്ടുള്ള പവർ ആംപ്ലിഫയറും പ്രീ ആംപ് വാൽവിൻ്റെയാണ്. നമുക്ക് ഓപ്പൺ ചെയ്ത് കഴിയുമ്പോൾ കാണാൻ പറ്റും. പിന്നെ അക്കായി ഇലക്ട്രോണിക്സ് മെയ്ഡ് ഇൻ ജപ്പാൻ എന്ന് എഴുതിയിട്ടുണ്ട്. ഇതെനിക്ക് തോന്നുന്നു ഏകദേശം ഒരു 70s അല്ലെങ്കിൽ 80s മേക്ക് ചെയ്തൊരു മോഡലായിട്ടാണ് എനിക്ക് തോന്നുന്നത്. അത്രയും പഴക്കമൊക്കെ ഇതിന് തോന്നിക്കുന്നുണ്ട്. ഇത് ശരിക്കും എൻ്റെ കയ്യിൽ കിട്ടുമ്പോൾ ഡാമേജ് ആയിരുന്നു. ഇതിന് മെയിനായിട്ട് ഇതിൻ്റെ ട്രാൻസ്ഫോമർ കംപ്ലൈൻ്റ് ആയിരുന്നു. അതുപോലെ തന്നെ മെയിൻ മോട്ടോർ കപ്പാസിറ്റർ, റണ്ണിങ് കപ്പാസിറ്റർ വീക്കായി പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത് റൊട്ടേറ്റ് ചെയ്യുന്നുണ്ടായിരുന്നില്ല. അപ്പോൾ നമ്മൾ കൈ കൊണ്ടൊന്ന് ഫോഴ്സ് ചെയ്ത് കറക്കി വിട്ട് കഴിഞ്ഞാൽ കറങ്ങും. പിന്നെ വീണ്ടും റീസ്റ്റാർട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ ആവത്തില്ല. അപ്പോൾ കപ്പാസിറ്റർ പോയിട്ടുണ്ടായിരുന്നു, ട്രാൻസ്ഫോമറും ഡാമേജ് ആയിരുന്നു. അപ്പോൾ അതിൻ്റെ 2 പാർട്ടും ഓർഡർ കൊടുത്തിട്ടുണ്ട്. കിട്ടുന്നതനുസരിച്ചിട്ട് റെഡിയാക്കി എടുക്കണം. ഏതായാലും നമുക്ക് ഒന്ന് അഴിച്ച് ഇതിൻ്റെ ഉള്ളിൽ എന്തൊക്കെയാണെന്നുള്ള കാര്യങ്ങൾ ഒന്ന് കാണാം. ഓക്കെ, ഞാൻ ഫേസ് പ്ലേറ്റ് റിമൂവ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഉള്ളിലെ മെക്കാനിക്കൽ പാർട്സ് എന്ന് പറയുന്നത്. എനിക്ക് തോന്നുന്നു ഒരുമാതിരി എൻട്രി ലെവലായിട്ടുള്ള എല്ലാ റീൽസ് ടു റീൽ പ്ലെയർ അക്കായിയുടെ ആണെന്നുണ്ടെങ്കിൽ എല്ലാ മെക്കാനിക്കൽ പാർട്സുകളെല്ലാം ഏകദേശം ഈ ഒരു ലുക്കിലാണെന്ന് തോന്നുന്നു. ഞാനിപ്പോൾ 2-3 ടൈപ്പ് മോഡലുകളാണ് മെയിനായിട്ട് കണ്ടിട്ടുള്ളത്. അപ്പോൾ അതെല്ലാം തന്നെ ഈ ഒരു ടൈപ്പിലാണ് കണ്ടിട്ടുള്ളത്. ഇതാണ് ഓട്ടോ സ്റ്റോപ്പ് മെക്കാനിസം. ഈ രീതിയിലാണ്. സ്പൂളുള്ളപ്പോൾ ഇതിങ്ങനെ ആക്ടിവേറ്റ് ആയിട്ട് നിൽക്കും. അപ്പോൾ ഇവിടുത്തെ ഈ കറുത്ത ഒരു സ്വിച്ച് ഉണ്ട്, ആ സ്വിച്ച് ഓൺ ഓഫ് ആകും. അതിനനുസരിച്ചാണ് ഓട്ടോ സ്റ്റോപ്പ് മെക്കാനിസം വർക്ക് ചെയ്യുന്നത്. പിന്നെ ഇവിടെ ഹെഡ്, മെയിനായിട്ട് ഒരു ഇറേസിങ് ഹെഡ്, ഒരു പ്ലേ ബാക്ക് ഓർ റെക്കോർഡിങ് ഹെഡ് ഉണ്ട്. അപ്പോൾ ഇത്രയാണ് ഇതിൻ്റെ അകത്തുള്ളത്. പിന്നെ ഇവിടെ ഒരു ബൾബ് കാണാൻ പറ്റും. ഈ ബൾബ് ഈ 2 വ്യൂ മീറ്റർ ഒന്ന് ഇലൂമിനേറ്റ് ചെയ്യുന്നതിന് വേണ്ടി വെച്ചിരിക്കുന്ന ബൾബാണ്. അപ്പോൾ ഇതിൽ നിന്ന് പ്രകാശം ഇങ്ങനെ വന്നിട്ട് അതിലേക്ക് വെളിച്ചം വരും. ആ രീതിയിലാണ്. പിന്നെ ഇത് റെക്കോർഡിങ്ങിൻ്റെ നോബാണ്. ഇത് പ്രസ് ചെയ്ത് പ്ലേ ബട്ടൺ ഒന്നുകൂടി തിരിക്കുമ്പോഴാണ് റെക്കോർഡിംഗ് ഓപ്ഷനിലേക്ക് പോകുന്നത്. ടൈപ്പ് സ്പീഡിനെ കുറിച്ച് പറയുമ്പോൾ പ്രധാനമായിട്ടും 4 ടൈപ്പ് സ്പീഡാണ്, റെക്കോർഡിംഗ് സ്പീഡായിരുന്നു മാർക്കറ്റിലുണ്ടായിരുന്നത്. 3.25, 7.5, 15, 30 IPS എന്നാണ് പറയുന്നത്, ഇഞ്ച് പെർ സെക്കൻഡ്. 4 ടൈപ്പാണുള്ളത്. അതിൽ 3.25 സ്പീഡ് എന്ന് പറയുന്നത് സാധാരണ ഹോം റെക്കോർഡിങ്ങിനും അങ്ങനെയുള്ള ലോ ക്വാളിറ്റി പർപ്പസിന് വേണ്ടിയിട്ടാണ്. കമ്പാരിറ്റീവ്ലി ക്വാളിറ്റി കുറവായിരിക്കും 3.25 IPSൻ്റെ റെക്കോർഡിങ് വരുമ്പോൾ. അതിൽ ഫ്രീക്വൻസി റെസ്പോൺസ് കുറവാണ്, പക്ഷേ ടേപ്പ് വളരെ എഫക്റ്റീവായിട്ട് ഉപയോഗിക്കും. ടേപ്പിൻ്റെ ലെങ്ത് വളരെ കുറച്ചേ യൂസ് ചെയ്യത്തുള്ളൂ. ഇപ്പോൾ ഒരു സ്പൂളിലൊക്കെ ആണെങ്കിൽ കൂടുതൽ പാട്ടുകൾ നമുക്ക് റെക്കോർഡ് ചെയ്യാൻ പറ്റും. അതാണ് 3.25ൻ്റെ ഒരു പ്രത്യേകത. 7.5 എന്ന് പറയുമ്പോൾ കുറച്ചുകൂടി ഒരു സെമി ഓഡിയോ ഫയൽ നിലവാരത്തിലുള്ള റെക്കോർഡിങ്, കുറച്ചുകൂടെ ഫ്രീക്വൻസി റെസ്പോൺസ് കൂടുതൽ കിട്ടുന്ന രീതിയിലുള്ള ഒരു റെക്കോർഡിംഗ് ആണ് 7.5 IPS എന്ന് പറയുന്നത്. അതാകുമ്പോൾ ഒരു പാട്ടിന് വേണ്ടിയിട്ട് കുറച്ചുകൂടി കൂടുതൽ ലെങ്ത് സ്പൂള് യൂസ് ചെയ്യും പാട്ട് റെക്കോർഡ് ചെയ്യാനായിട്ട്.
പിന്നെയുള്ളത് 15 IPS ആണ്. അത് സ്റ്റുഡിയോ റെക്കോർഡിംഗ് ലെവലിലാണ് അത് മെയിനായിട്ട് ഉപയോഗിച്ചുകൊണ്ടിരുന്നത്. കാരണം കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് പാട്ടുകളൊക്കെ റെക്കോർഡ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് 15 IPS ഉപയോഗിച്ചുകൊണ്ടിരുന്നു. 30 IPS എന്ന് പറയുന്നത് പൊതുവേ അങ്ങനെ ഉപയോഗിക്കുന്നതായിട്ട് ഒന്നും ഇൻഫർമേഷൻ ഒന്നും കണ്ടില്ല. അത് വളരെ എക്സ്പെൻസീവ് ആയിട്ടുള്ള ഒരു ഒന്നായിരിക്കും ആ കാലത്ത്. കാരണം 30 ഇഞ്ച് പെർ സെക്കൻഡ് യൂസ് ചെയ്യും. 30 ഇഞ്ച് ഒരു സെക്കൻഡിൽ യൂസ് ചെയ്യുന്ന രീതിയിലായിരിക്കും അതിൻ്റെ ടേപ്പ് മൂവ്മെൻറ്റ്. അപ്പോൾ വളരെയധികം ടേപ്പ് കൺസ്യൂം ചെയ്യും നമുക്കൊരു ഡാറ്റ റെക്കോർഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ. അത് വളരെ എക്സ്പെൻസീവ് ആയിരുന്നു. 3 ടൈപ്പാണ് ഇപ്പോൾ ഉള്ളത്: 3.25, 7.5, 15 IPS. ഇത്രയാണുള്ളത്. ഈ ടേപ്പ് സ്പൂള് എന്ന് പറയുന്നത് പല അളവിലുള്ള ടേപ്പ് സ്പൂളുകളുണ്ട്. അപ്പോൾ അതിൽ 2 എണ്ണം ഞാനിവിടെ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇത് എന്ന് പറയുന്നത് 5 ഇഞ്ചിൻ്റെ ടേപ്പ് സ്പൂളാണ്. അതിൻ്റെ അകത്ത് ഇത് പ്രീ റെക്കോർഡായിട്ടുള്ള EMI കമ്പനിയുടെ ഒരു സ്പൂളാണത്. പ്രീ റെക്കോർഡായിട്ടുള്ള ടേപ്പാണ്, നല്ല പഴക്കമുള്ളതാണ്. പിന്നെ ഇതിൽ റെക്കോർഡിംഗ് സ്പീഡ് ഇതിൽ മെൻഷൻ ചെയ്തിട്ടുണ്ടാവും. ഇതിൻ്റെ പുറകിൽ നോക്കിക്കഴിഞ്ഞാൽ ദിസ് ടേപ്പ് ഈസ് റെക്കോർഡ് അറ്റ് എ സ്പീഡ് ഓഫ് 3.25 IPS എന്ന് എഴുതിയിട്ടുണ്ട്. 3.25 IPSൻ്റെ റെക്കോർഡിംഗ് സ്പീഡുള്ളതാണ്. പിന്നെയുള്ളത് 7 ഇഞ്ചിൻ്റെ ഒരു സ്പൂൾ ടൈപ്പാണ്. ഇതും BASF കമ്പനിയുടെ ഒരു സ്പൂളാണ്. ഇച്ചിരി പഴക്കമുണ്ട്. ഇത് ക്ലീൻ ചെയ്തിട്ടില്ല. ചെറുതായിട്ട് പൂപ്പലും കാര്യങ്ങളൊക്കെ സൈഡിൽ കൂടെ പിടിച്ചിരിപ്പുണ്ട്. ഇൻറ്റേർണലി വലിയ കുഴപ്പമുണ്ടാകാൻ വഴിയില്ല. ഇതൊരു 7 ഇഞ്ചിൻ്റെ സ്പൂളാണത്. ഇത് ഇങ്ങനെയായിരിക്കും ഇതിൽ ലോഡ് ചെയ്യുമ്പോൾ വരുന്നത്. ഇത്രയാണ് ടേപ്പ് സ്പീഡിനെ കുറിച്ചും സ്പൂളിനെ കുറിച്ചും പറയാനുള്ളത്. ഇതിൻ്റെ ബാക്ക് സൈഡ് ഇനി നമുക്ക് നോക്കാം, അതിൻ്റെ ഉള്ളിലെ കമ്പോണൻസ് എന്തൊക്കെയാണെന്നുള്ളത്. ഓക്കെ, ഞാൻ ബാക്ക് കവർ റിമൂവ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഉള്ളിലുള്ള കമ്പോണൻസൊക്കെ നമുക്ക് കാണാൻ പറ്റും. വാൽവുകൾ കാണാം, ഔട്ട്പുട്ട് പോർഷൻ കാണാൻ പറ്റും. പിന്നെ സൈഡിലായിട്ട് സ്പീക്കർ. ഇതൊരു പേപ്പർ കോൺ സ്പീക്കറാണ്. നല്ല ക്രിസ്പായിട്ടുള്ള ഒരു സ്പീക്കർ. ഇതുപോലെ തന്നെ ഈ സൈഡിലുമുണ്ട് ഒരു ഓവൽ ടൈപ്പ് സ്പീക്കർ. എനിക്ക് തോന്നുന്നു ഇതിൽ റേറ്റിംഗ് എഴുതിയിരിക്കുന്ന 1 വാട്ട്സ് 8 ohms ആണ്. അപ്പോൾ 1 വാട്ട്സൊക്കെ ആയിരിക്കും. 1 വാട്ട്സ് തികച്ച് ഇതിൽ നിന്ന് പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ടോ സംശയമാണ്. പക്ഷേ അത്യാവശ്യം ഒരു ശബ്ദ നിലവാരവും തെറ്റില്ലാത്ത ഒരു ഓഡിയോയും ഇതിൽ നിന്ന് കിട്ടുന്നുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് കണ്ടിടത്തോളം വലിയ കുഴപ്പമില്ല. നല്ലൊരു ക്രിസ്പ് ആൻഡ് വാം ആയിട്ടുള്ളൊരു സൗണ്ട് ഇതിൽ നിന്ന് കിട്ടുന്നുണ്ട്. പ്രധാനമായിട്ടും വാൽവ് പ്രീ ആംപ്ലിഫയർ ആയതുകൊണ്ടാണെന്ന് തോന്നുന്നു. നല്ലൊരു ക്രിസ്പ് ആൻഡ് വാം ആയിട്ടുള്ളൊരു സൗണ്ട് ഉണ്ട് ഇതിൻ്റെ അകത്തുനിന്ന്. പിന്നെ കമ്പോണൻസ് നോക്കുകയാണെങ്കിൽ ഇത് റെക്കോർഡിംഗ് സ്പീഡല്ല, ടേപ്പ് സ്പീഡ്, മോട്ടറിൻ്റെ സ്പീഡ് കൺട്രോൾ ചെയ്യുന്ന ഒരു സ്വിച്ചാണ്. പിന്നെ മെയിൻ മോട്ടർ കാണാൻ പറ്റും. അതിനൊരു ഫാൻ ലീഫ് വെച്ചിട്ടുണ്ട്. ഇവിടെ ഒരു കപ്പാസിറ്റർ ഉണ്ട് സിൽവർ കളറിൽ. അത് 0.5 മൈക്രോഫാരഡിൻ്റെ ഒരു കപ്പാസിറ്ററാണ്. അതുപോലെ തന്നെ ഒരു വലിയ കപ്പാസിറ്റർ ഇതിലുണ്ടായിരുന്നു. ഇത് 2 മൈക്രോഫാരഡിൻ്റെ വാല്യൂ. മൈക്രോഫാരഡ് എൻ്റെ ഒരു കപ്പാസിറ്ററാണ്. 1966 മേക്കാണിത്. അപ്പോൾ ഇത് ഡാമേജ് ആയിപ്പോയി. അപ്പോൾ ഞാനത് ഇതിൽ നിന്ന് സെറ്റിൽ നിന്ന് റിമൂവ് ചെയ്തു. അപ്പോൾ അതിന് പകരമായിട്ട് ഓൾട്ടർനേറ്റ് ഒരു ഓപ്ഷനായിട്ട് ഞാനൊരു ഫാൻ കപ്പാസിറ്റർ മേടിച്ച് വെച്ചിട്ടുണ്ട്. സെയിം വാല്യൂന് 2 മൈക്രോഫാരഡ് 450 വോൾട്ടിൻ്റെ ഒരു ഫാൻ കപ്പാസിറ്ററാണ് ഇതിൽ ഉപയോഗിക്കാനായിട്ട് ഉദ്ദേശിക്കുന്നത്. കാരണം ഈ ടൈപ്പ് കപ്പാസിറ്റർ കിട്ടുക എന്ന് പറഞ്ഞാൽ വളരെ ബുദ്ധിമുട്ടാണ്. നമുക്ക് മാർക്കറ്റിൽ സെക്കൻഡ് മാർക്കറ്റിൽ അവൈലബിൾ ആണെങ്കിൽ മാത്രമേ സെയിം കപ്പാസിറ്റർ നമുക്ക് കിട്ടാനുള്ളൊരു മാർഗ്ഗമുള്ളൂ. അപ്പോൾ അതുകൊണ്ട് ഈസി ആയിട്ട് അവൈലബിൾ ആയിട്ടുള്ള ഈ ടൈപ്പ് കപ്പാസിറ്ററാണ്. ഇത് ഉപയോഗിക്കുന്നതുകൊണ്ട് വലിയ തെറ്റില്ല. ഞാൻ യൂട്യൂബിലൊക്കെ നോക്കി കഴിഞ്ഞപ്പോൾ ആളുകൾ ഈ ടൈപ്പ് കപ്പാസിറ്റർ യൂസ് ചെയ്യുന്നുണ്ട്. പ്രോബ്ലം ഇല്ല. സെയിം കപ്പാസിറ്റൻസ് വാല്യൂ മാറാതിരുന്നാൽ മതി, അല്ലാതെ കുഴപ്പമില്ല. പിന്നെ ഇതിൽ നോക്കുമ്പോൾ ഇവിടെ സ്പീക്കറിൻ്റെ കണക്ഷൻസ് 2 സൈഡിലേക്കും പോയിട്ടുണ്ട്. പിന്നെ ഇവിടെ വോൾട്ടേജ് കൈകാര്യം ചെയ്യുന്ന ഒരു പോർഷനുണ്ട് ഇതിൽ. ഇത് ശരിക്കും ഇവിടെ സ്ക്രൂ ചെയ്ത് ഇങ്ങനെ വരേണ്ടതാണ്. അപ്പം ഇതിൻ്റെ ഉള്ളിലായിരുന്നു, ഈ ഒരു പോർഷനിലായിരുന്നു ഇതിൻ്റെ ട്രാൻസ്ഫോമർ ഇരുന്നത്. ട്രാൻസ്ഫോമർ സെക്കൻഡറി വൈൻഡിങ് ഡാമേജ് ആയിട്ട്
അത് പുകഞ്ഞു തുടങ്ങിയായിരുന്നു. അപ്പോൾ അതുകൊണ്ട് ഞാൻ റിമൂവ് ചെയ്തിട്ട് വേറെ ഒരു ട്രാൻസ്ഫോമർ കസ്റ്റമായിട്ട് വൈൻഡ് ചെയ്യാനായിട്ട് ഞാൻ ഏൽപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ അത് കിട്ടുന്നതനുസരിച്ചിട്ട് ഇത് വീണ്ടും റീസ്റ്റോർ ചെയ്തെടുക്കണം. അപ്പോൾ അതിൻ്റെ അകത്തെ വോൾട്ടേജ് വാല്യൂസ് ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ കാണാൻ പറ്റും. ഇതൊക്കെ ട്രാൻസ്ഫോമറിൻ്റെ മുകളിലുണ്ടായിരുന്ന ഒരു സ്റ്റിക്കറാണ്. അതിനകത്ത് വോൾട്ടേജിൻ്റെ എത്ര വോൾട്ടൊക്കെയാണ് ഇതിൽ നിന്ന് പ്രൊഡ്യൂസ് ചെയ്തിരുന്നത് എന്നുള്ള ഒരു ഡാറ്റ ഇതിലുണ്ട്. കാണാൻ പറ്റുന്നുണ്ടെന്ന് വിചാരിക്കുന്നു. ഓക്കെ, 0, 100 വോൾട്ട്, 110, 120, 200, 220, 240 പല വോൾട്ടേജ് ഓപ്ഷൻസ് അതിൽ സെലക്ട് ചെയ്യാൻ പറ്റും. ഈ പുറകിലെ ഒരു നോബ് തിരിച്ചു കഴിഞ്ഞാൽ നമുക്ക് പല വോൾട്ടേജ് സെലക്ട് ചെയ്യാം. അത് പ്രൈമറി. സെക്കൻഡറിയിൽ വരുന്നത് 210, 0, 210ൻ്റെ ഒരു ഔട്ട് ഉണ്ടായിരുന്നു. പിന്നെ 6.3 വോൾട്ട്, 1.5 ആംബിയറിൻ്റെ രണ്ട് സെക്കൻഡറി വൈൻഡിങ്ങും കൂടെ ഉണ്ടായിരുന്നു ഇതിൽ 210 വോൾട്ട് പോകുന്നത് ഇതിൻ്റെ വാൽവ് സെക്ഷനിലേക്കാണ്. വാൽവിലേക്ക് വേണ്ടിയിട്ട് 210ഉം അതുപോലെ 6.3 ഒരെണ്ണം ഇതിൻ്റെ ഫ്രണ്ടിലുള്ളൊരു ബൾബ് ഇലൂമിനേറ്റ് ചെയ്യുന്നതിനും, മറ്റൊരു 6.3 ഇതിൻ്റെ ആംപ്ലിഫയർ സെക്ഷനിലേക്കുമാണ് കൊടുത്തിരുന്നത്. ഇൻഡക്ഷൻ മോട്ടറിലേക്ക് പോയിരുന്നത് 0, 110 വോൾട്ട് പ്രൈമറിയിൽ നിന്ന് തന്നെ എടുത്തിട്ടാണ് ഈ ഒരു ഇൻഡക്ഷൻ മോട്ടർ വർക്ക് ചെയ്യാനുള്ള വോൾട്ടേജ് എടുത്തിരുന്നത്. അപ്പം അങ്ങനെയാണ് ഇതിൻ്റെ ട്രാൻസ്ഫോമറിൻ്റെ വൈൻഡിങ്ങും പ്രൈമറി സെക്കൻഡറി ഔട്ട്പുട്ട് വോൾട്ടേജുകളൊക്കെ ചെയ്തിരുന്നു. അപ്പോൾ പിന്നെ ഇതിലൊരു 2 ട്രാൻസ്ഫോമർ കാണാൻ പറ്റും. ഇവിടെ ഒന്ന്. എനിക്ക് തോന്നുന്നു അത് സ്പീക്കർ പവർ ട്രാൻസ്ഫോമർ ആണെന്ന് തോന്നുന്നു. സ്പീക്കർ ഔട്ട് ട്രാൻസ്ഫോമർ ആണെന്ന് തോന്നുന്നു. ഹൈ വോൾട്ടേജ് ലോ വോൾട്ടേജിലേക്ക് മാറ്റാൻ വേണ്ടിയിട്ട് സ്പീക്കർ കണക്ഷനിൽ അതാണെന്ന് തോന്നുന്നു, എനിക്ക് കറക്റ്റ് അറിയില്ല. പിന്നെ 4 വാൽവ് കാണാൻ പറ്റും. ഇത് പ്രീ ആംപ്ലിഫയറിൻ്റെ വാൽവാണ്. ഇതിൽ ഉപയോഗിച്ചിരിക്കുന്നത് 12A-T7 നമ്പറുള്ള 2 വാൽവും 6BM8 എന്ന് പറഞ്ഞ 2 വാൽവുമാണ് യൂസ് ചെയ്തിരിക്കുന്നത് ലെഫ്റ്റ് ആൻഡ് റൈറ്റിന് വേണ്ടിയിട്ട്. ഇതിൽ ബെൽറ്റ് ഇവിടെ ഉള്ളിലേക്കായിട്ട് ക്യാപ്സ്റ്റൺ വീല് കാണാൻ പറ്റും. നല്ല ഹെവി ആയിട്ടുള്ളൊരു വീലാണ്. ഈ ക്യാപ്സ്റ്റൺ വീൽ എപ്പോഴും ഹെവി ആയിട്ട് വെക്കുന്നതിൻ്റെ ഒരു ഉദ്ദേശം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ ടേപ്പ് മോട്ടോർ സ്പീഡ് വേരി ചെയ്യുന്ന ഒരു സാഹചര്യത്തിൽ, വോൾട്ടേജ് വ്യതിയാനം കൊണ്ടോ മറ്റോ സ്പീഡ് വേരി ചെയ്യുന്ന സമയങ്ങളിൽ ആ സ്പീഡൊന്ന് കുറച്ച് മെയിൻറ്റെയിൻ ചെയ്യുന്നതിന് വേണ്ടി, കറങ്ങിക്കൊണ്ടിരുന്ന അതേ സ്പീഡ് തന്നെ ഒന്ന് മെയിൻറ്റെയിൻ ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് ഈ ക്യാപ്സ്റ്റൺ വീൽ എപ്പോഴും ഹെവി ആയിട്ടുള്ള ഒരു മെറ്റൽ കൊണ്ട് ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്. കാരണം ആ ഒരു മൂവിങ് ഇനേർഷ്യ എപ്പോഴും ആ ഒരു വീലിനുണ്ടാവും, ചെറുതായിട്ടൊന്ന് സ്ലോ ആയാലും. അപ്പോൾ അത് മെയിൻറ്റെയിൻ ചെയ്യാനുള്ള ഒരു ടെക്നിക്കാണ് വെച്ചിരിക്കുന്നത്. അതല്ലാതെ ഇതിൽ ഒരേ സ്പീഡ് മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് അതേ വോൾട്ടേജ് മെയിൻറ്റെയിൻ ചെയ്യുന്ന ഒരു സർക്യൂട്ടോ അല്ലെങ്കിൽ സ്പീഡ് കൺട്രോൾ ചെയ്യുന്ന ഒരു സർക്യൂട്ടോ അങ്ങനെയൊന്നും ഇതിൽ കണ്ടിട്ടില്ല. അപ്പോൾ കൂടുതലും മെക്കാനിക്കൽ ആയിട്ടുള്ള കാര്യങ്ങൾ വെച്ചിട്ടാണ് അതിൻ്റെ സ്പീഡ് കൺട്രോൾ ചെയ്തിരുന്നത്. സ്പീഡ് വേരിയേഷൻ വന്നു കഴിഞ്ഞാൽ സ്പൂളിൽ ഇഴച്ചിലും വലിച്ചിലും അങ്ങനെയുള്ള സംഗതികളൊക്കെ ഉണ്ടാവുമല്ലോ. അപ്പോൾ അതൊക്കെ ഒരു പരിധി വരെ മെയിൻറ്റെയിൻ ചെയ്തിരുന്ന ഈ രീതിയിലുള്ള അറേഞ്ച്മെൻറ്റ്സ് കൊണ്ടാണ്. സ്പൂൾ ഐഡിലർ, അതുപോലെ നല്ല കട്ടിയുള്ള ക്യാപ്സ്റ്റൺ വീല്, ഇതൊക്കെയാണ് അതിന് ഉപയോഗിച്ചിരുന്നത്. പിന്നെ ഇവിടെ ഒരു ബെൽറ്റ് കാണാൻ പറ്റും. സപ്ലൈ സ്പൂളിലേക്ക് പോകുന്ന ഒരു ബെൽറ്റ്, അത് ടേപ്പ് കൗണ്ടറിൻ്റെ ബെൽറ്റാണ്. ബെൽറ്റ് കുറച്ചൊന്ന് ലൂസായിട്ടുണ്ട്. ഒരുപക്ഷെ അത് വർക്കാവുന്നില്ല എന്നുണ്ടെങ്കിൽ ചിലപ്പോൾ അതും റീപ്ലേസ് ചെയ്യേണ്ടതായിട്ട് വരും. ഓക്കെ, ഇത്രയാണ് ഇതിൻ്റെ ബാക്ക് സൈഡിലുള്ള വ്യൂ. ഇനി നമുക്ക് ഇതിൻ്റെ പവർ ആംപ്ലിഫയറിൻ്റെ വയറിങ്ങും കാര്യങ്ങളൊക്കെ ഒന്ന് കാണാം. ഇതാണ് ഇതിൻ്റെ പവർ ആംപ്ലിഫയറിൻ്റെ വയറിങ്. ഏകദേശം 1 വാട്ട്സ് ആയിരിക്കാം ഇതിൻ്റെ ഔട്ട് എന്ന് പറയുന്നത്. വളരെയധികം നൂലാമാല പിടിച്ച രീതിയിലാണ് ഇതിനകത്ത് കമ്പോണൻസ് എല്ലാം അറേഞ്ച് ചെയ്ത് വെച്ചിരിക്കുന്നത്. അത് കാണുമ്പോൾ ശരിക്കും പറഞ്ഞാൽ അത്ഭുതം തോന്നും നമുക്ക്. എങ്ങനെയാണ് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ടച്ച് ചെയ്യാതെ ഇത്രയും കമ്പോണൻസും വയേഴ്സും എല്ലാം സോൾഡർ ചെയ്ത് ഇതിൽ വെച്ചിരിക്കുന്നത് എന്നുള്ളത്. നമുക്കിതിലൊന്ന് റീവർക്ക് ചെയ്തെടുക്കുക എന്ന് പറയുന്ന വളരെ ശ്രമകരമായിട്ടുള്ളതും വളരെ ഡേഞ്ചറുമായിട്ടുള്ളൊരു ടാസ്ക്കാണ്. കാരണം ഇതിൽ നിന്നൊരു വയറ് റിമൂവായി വിട്ടുപോയി, അല്ലെങ്കിൽ എവിടെയെങ്കിലും ഒരു ടച്ച് വന്നു, സിസ്റ്റം മൊത്തത്തിൽ ഡാമേജ് ആയി പോകും. സത്യത്തിൽ എനിക്ക് അത്ഭുതമാണ് ഇവർ എങ്ങനെയാണ് അന്നത്തെ കാലത്ത് ഇത് സോൾഡർ ചെയ്ത് ഒപ്പിച്ചത് എന്നുള്ളത് ഓർക്കുമ്പോൾ ശരിക്കും അത്ഭുതം തോന്നുന്നു.
പല വലിപ്പത്തിലുള്ളതും പല വാട്ട്സിലുള്ളതും പല വാല്യൂലുള്ള കപ്പാസിറ്ററുകൾ കാണാൻ പറ്റും. പിന്നെ ഇത് വ്യൂ മീറ്ററിൻ്റെ ബാക്ക് സൈഡാണ്. മുകളിലേക്ക് വരുമ്പോൾ 2 വോളിയം നോബുകൾ കാണാൻ പറ്റും. അത് സ്റ്റീരിയോ ടൈപ്പ് റൊട്ടേറ്ററി എൻകോഡർ അല്ല, പഴയ വോളിയം നോബ്, വോളിയം കൺട്രോൾ. അപ്പോൾ അതിലൊന്ന് ടോണിന് വേണ്ടിയിട്ടും മറ്റൊന്ന് വോളിയത്തിന് വേണ്ടിയിട്ടാണ് ഉപയോഗിച്ചിരുന്നത്. ഓക്കെ, ഇതാണ് ഇതിൻ്റെ അടിവശത്താണ് ഈ സർക്യൂട്ടുകളെല്ലാം ചെയ്തു വെച്ചിരിക്കുന്നത്. നല്ലൊരു നമുക്ക് ഇഷ്ടപ്പെടുന്ന ക്രിസ്പ് ആൻഡ് വാം ആയിട്ടുള്ളൊരു സൗണ്ടാണ് ഇതിൽ നിന്ന് വരുന്നത്. നല്ല രസമാണ് കേൾക്കാൻ. പിന്നെ ഹെഡ്, ഇതാണ് ഇതിൻ്റെ ഹെഡിൻ്റെ ഫേസ് എന്ന് പറയുന്നത്. ശരിക്കും കാണാൻ പറ്റുന്നുണ്ടെന്ന് തോന്നുന്നില്ല. ഹെഡ് ഒന്ന് ക്ലീൻ ചെയ്തെടുക്കേണ്ടതായിട്ടുണ്ട് ഇതിൽ. അപ്പം മൊത്തത്തിലുള്ളൊരു റീവർക്കിംഗ് വീഡിയോ ഞാൻ ചെയ്യുന്നുണ്ട്, എന്തൊക്കെയാണ് ഇതിൽ ചെയ്യുന്നതെന്നുള്ളത്. ഓക്കെ, ഇതാണ് മെയിനായിട്ടുള്ള മെക്കാനിക്കൽ ആൻഡ് കമ്പോണൻസ് പാർട്സ് അക്കായി 1710 എന്ന് പറയുന്ന മോഡലിൽ. അപ്പോൾ ഇതെന്തായാലും പാർട്സ് എല്ലാം കണക്ട് ചെയ്ത് കിട്ടിയതിന് ശേഷം എല്ലാം കണക്ട് ചെയ്ത് വർക്കായതിനു ശേഷം ഞാനൊരു വീഡിയോ ചെയ്യുന്നതായിരിക്കും. താങ്ക് യു.